നിങ്ങളുടെ പാർട്ട്ണറിന്റെ എക്സിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവാറുണ്ടോ? ഒബ്സസ്ഡ് ആവാറുണ്ടോ? അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ജലസി നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡർ അല്ലെങ്കിൽ റെബേക്ക സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പാർട്ട്ണറിന് ഇതുപോലെ മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്, നമ്മളോട് പെരുമാറുന്നത് പോലെ നേരത്തെ മറ്റൊരാളോട് പെരുമാറിയിട്ടുണ്ട് എന്ന് അറിയുന്നത് തീർച്ചയായിട്ടും ഒരു കുശുമ്പും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ റെബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള കുശുമ്പോ വിഷമോ നിരാശയോ ഒന്നുമല്ല, മറിച്ച് ഒബ്സസ്ഡ് ആവുക, ആ ഒരു വ്യക്തിയെ പറ്റി ആലോചിച്ച് ഒബ്സസ്ഡ് ആവുക, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ജലസി ഉണ്ടാവുക, നമ്മളെ നമ്മുടെ പാർട്ട്ണറിന്റെ എക്സിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ഇന്റലക്ച്വലി, അത് ഫിസിക്കലി, സെക്ഷലി ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുക, ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ആ വ്യക്തിയോട് മിസ്ബിഹേവ് ചെയ്യുക പോലെയുള്ള വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് റെബേക്ക സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ പ്രോപ്പർലി ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ വളരെ മോശമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ട്രസ്റ്റ് ഇഷ്യൂസ്, കോൺഫ്ലിക്ട്സ്, സെപ്പറേഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള കാര്യമാണ് റെബേക്ക സിൻഡ്രോം എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ സ്വയം മനസ്സിലാക്കുക, ഇങ്ങനൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് മോശമായി ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതിന്റെ കാരണം എന്താണ്, നമ്മളുടെ അൺഹീൽഡ് വൂൺസ് ആണോ അതോ നമ്മുടെ പാർട്ട്ണറിന്റെ ബിഹേവിയർ ആണോ എന്നുള്ളത് തിരിച്ചറിയുകയും നമ്മുടെ അൺഹീൽഡ് വൂൺസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനുള്ള മെത്തേഡ്സിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിന്റെ പാസ്റ്റ് ചെയ്യാൻ പോകാതിരിക്കുക എന്നുള്ളതും, നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂട്ടാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതും ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സഹായകരമാണ്.